ആലപ്പുഴ തിളച്ചുമറിയുന്ന മറ്റൊരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു വിവാദ കേന്ദ്രമായി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സുധാകരൻ്റെ നിലപാട്, സുധാകരൻ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ്, അത് ഓരോ ദിവസവും അങ്ങനെ വാക്പോരിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടേയിരുന്നു. സജി ചെറിയം, സുധാകരൻ പോരൊക്കെ തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. ആ ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിലെ ഈ ദിവസത്തെ പോരാട്ടത്തിൻ്റെ മറ്റ് വിവരങ്ങൾ? പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, അതായത് വലിയ തിളച്ചുമറിയുന്ന പോര് നടക്കുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയായിരുന്നു ഈ ദിവസം? രജീഷ്, പ്രചാരണം അങ്ങനെ ഒരു പൂർണ്ണ ചൂടിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ചയ്ക്ക് അടുത്തേ ഉള്ളൂ. സാധാരണ നിലയിൽ വലിയ ഉച്ചഭാഷിണികളൊക്കെ വെച്ച് വാഹനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രചരണത്തിൻ്റെ കോലാഹലം മുഴക്കിക്കൊണ്ട് പോകേണ്ട സമയമൊക്കെയാണ്. പക്ഷേ ചൂടുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു കാടടച്ച് ഉള്ള ഒരു പ്രചരണം കാണുന്നില്ല. കൂടുതലും ആളുകളൊക്കെ വീടുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ളതാണ് പ്രചരണം. എന്തുമാത്രമല്ല, ഈ കടുത്ത ചൂടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്നാണെങ്കിൽ കുട്ടനാട്ടിലെ LDF സ്ഥാനാർത്ഥിയും MLA തോമസ് കെ തോമസ് ഈ പ്രചരണത്തിൻ്റെ ഉരുണ്ട് വീഴുകയും ചെയ്തു. അങ്ങനെ ഈ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായതുകൊണ്ട് തന്നെ പ്രചരണത്തിന് അങ്ങനെ കാര്യമായൊരു ചൂടില്ല. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ശ്രദ്ധേയമായൊരു മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇപ്പം ആലപ്പുഴ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ടുള്ള അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലം കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധമായ വിട്ടുവീഴ്ചയ്ക്കും CPM ഇല്ല. ഏതു വിധേനയും G സുധാകരനെ തോൽപ്പിക്കുക എന്നുള്ളതൊരു അഭിമാന പോരാട്ടമായി CPM എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിൽ എത്തുന്നുണ്ട്. അമ്പലപ്പുഴയിൽ അദ്ദേഹം സംസാരിക്കുമെന്ന് അമ്പലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് യോഗമുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളെ അടക്കം, അതായത് സ്റ്റാർ ക്യാമ്പയിനറെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് LDFൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഖ്യമന്ത്രി അടക്കം എത്തിച്ച് G സുധാകരനെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPMൻ്റെ തീരുമാനം. ഇന്ന് MV ഗോവിന്ദൻ G സുധാകരനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് പ്രതികരണം നൽകി. G സുധാകരൻ മുൻപ് പറഞ്ഞ തെളിച്ചയുള്ള രാഷ്ട്രീയമെല്ലാം അദ്ദേഹം മറന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം UDFൻ്റെ കൂട്ടത്തിലായി. അതുകൊണ്ട് ആ UDFൻ്റെ ജീർണതയൊക്കെ G സുധാകരനെ ബാധിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയം ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് CPM നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്. അതിനൊന്നും മറുപടിയില്ല. പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകട്ടെ എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടം തന്നെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ LDF EC വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലത്തിലൊക്കെ പോലും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി, അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി അതിശക്തമായ മത്സരം തന്നെയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ചെങ്ങന്നൂരടക്കം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. അവിടെ പരമാവധി വോട്ടുകൾ ശേഖരിക്കുക എന്നുള്ളത് NDAയുടെയും ഒരു അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമേ ആലപ്പുഴയിൽ നിന്ന് UDFന് ഉണ്ടായിരുന്നുള്ളൂ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല. പക്ഷേ ഇത്തവണ അധികാരത്തിലേക്ക് വരുമെന്നാണ് UDFൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 3 സീറ്റെങ്കിലും ആലപ്പുഴയിൽ നിന്ന് നേടാനാകുമെന്നാണ് UDFൻ്റെ കണക്കുകൂട്ടൽ. ശരി, രഘുവാണ് ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിലെയും വിവരങ്ങൾ പങ്കുവച്ചതാണ്.